നമസ്തേ. തെക്ക് ദിക്കിന്റെ അധിപൻ യമൻ മരണത്തിന്റെ ദേവൻ കൂടിയാണ്. അതിനാൽ തന്നെ വിധി നിഷ്കരുണം നടപ്പിലാക്കുന്ന ദേവനാണ്. നിർമ്മാണ പ്രവർത്തികളിൽ തെക്ക് ഭാഗത്ത് കാലിയായ സ്ഥലം കൂടുതലുണ്ടാകരുത്. അങ്ങനെയായാൽ അവിടെ വലിയ ദൗർഭാഗ്യങ്ങൾ വന്നു ചേരുമെന്നാണ്. തെക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആനയെ വരെ വാങ്ങുമെന്നാണ്. അപ്പോൾ ആനയെ വാങ്ങും എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് വലിയ വാഹനങ്ങൾ വാങ്ങും എന്ന് ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ തെക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. കാര്യം നടക്കാൻ വേണ്ടി അവർ ഏത് മാർഗവും സ്വീകരിക്കുമെന്നുള്ളവരാണ്. സ്വാർത്ഥമതികളായിരിക്കും. അതേപോലെ തന്നെ സ്ത്രീ സംരംഭങ്ങൾക്കും വ്യാപാരികൾക്കും ഉത്തമമായ ദിക്കാണ് തെക്ക് ദിക്ക്. ഇവിടെ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് ആധിപത്യം കൂടുതലായിരിക്കും. കാലിയായ സ്ഥലം അവിടെ കൂടുതൽ ഉണ്ടാകരുത്. അവിടെ ജലസാന്നിധ്യം ഉണ്ടാകരുത്. ജലസാന്നിധ്യം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ കിണർ, കുളം ഇങ്ങനെയുള്ള ഒന്നും തന്നെ അവിടെ ഉണ്ടാകരുത്. അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ സ്ത്രീകളെ ആയിരിക്കും കൂടുതലും ബാധിക്കുന്നത്. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ തെക്ക് ദിക്കിനെ ചൊവ്വയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചൊവ്വയെ സൈന്യാധിപനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സൈന്യാധിപൻ നിഷ്കരണം വിധി, യമദേവനെ പോലെ തന്നെ നിഷ്കരണം വിധി നടപ്പാക്കുന്നയാളാണ് സൈന്യാധിപൻ. അങ്ങനെ ചിന്തിച്ചാൽ മതി തെക്ക് ദിക്കിനെ. അവിടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ അധികവും സ്ത്രീകളെ ബാധിക്കുമെന്നുള്ളതാണ്.